നീ ഒന്നുകൂടെ ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷെ നിനക്ക് എന്നോടുള്ള ഈ സ്നേഹം പ്രേമമായി തെറ്റിദ്ധരിച്ചതാവാം. അതുകൊണ്ട് നീ എന്നെ മറന്നിട്ട് വേറൊരു നല്ല ജീവിതത്തിലേക്ക് പോകൂ. ചന്ദ്രിക പറഞ്ഞു. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയരുതേ. പ്രേമമല്ല എങ്കിൽ അല്ല. എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് ഈ പ്രസംഗമൊന്നും കേൾക്കണ്ട. എന്തു തന്നെ ആയാലും ഞാൻ അങ്ങയെ മറക്കില്ല. എൻ്റെ ഹൃദയത്തിൽ എന്നും അങ്ങ് കാണും. എൻ്റെ മാതാപിതാക്കൾക്ക് എന്നോടുള്ള സ്നേഹം അത്ര വലുതാണ്. അവർ ഒരിക്കലും എന്നെ വേദനിപ്പിക്കുകയില്ല. എൻ്റെ ഇഷ്ടം അവർ നടത്തിത്തരും. അവർ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കും. അവൾ ഉറപ്പിച്ചു പറയുന്നത് കേട്ട് രമണനും ഒരുപാട് ആഗ്രഹിച്ചു പോയി. അങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞുപോയി. അവർ തമ്മിലുള്ള പ്രണയം വളരെയേറെ ദൃഢമായി. പരസ്പരം ഒരു ദിനം പോലും കാണാതെ ഇരിക്കാൻ പറ്റാത്ത വിധം അവർ ആഴത്തിലുള്ള പ്രണയത്തിലായി. പക്ഷേ രമണന് ഭയമായിരുന്നു, ചന്ദ്രികയെ നഷ്ടപ്പെടുമോ എന്ന ഭയം. അവൻ ഒരു ദിവസം മദനനോട് പറഞ്ഞു, ചന്ദ്രിക ഒരു കൊച്ചു കുട്ടിയെപ്പോലെ സ്വപ്നലോകത്താണ്. എൻ്റെ ഈ വേണുനാദം കേട്ട് അതിൽ മയങ്ങിയാവും എന്നെ സ്നേഹിച്ചത്. ദിവസവും ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ടെങ്കിലും അവളെ ഞാൻ ഒരു ചെറുവിരലുകൊണ്ട് പോലും സ്പർശിച്ചിട്ടില്ല. മനസ്സുകൊണ്ടുപോലും മലിനമാക്കാതെ ഞാൻ അവളെ നിർമ്മലമായാണ് എൻ്റെ അന്തരാത്മാവിൽ കാത്തു സൂക്ഷിക്കുന്നത്. അവളുടെ സ്നേഹവും വളരെ നിഷ്കളങ്കവും നിർമ്മലവുമാണ്. എന്നാൽ പുറം ലോകം ഞങ്ങളുടെ ഈ പരിശുദ്ധ സ്നേഹത്തെപ്പറ്റി അറിഞ്ഞാൽ എന്താണ് പറഞ്ഞുണ്ടാക്കുക എന്നറിയില്ല. ഇതിൻ്റെയൊക്കെ പരിണാമം എന്താകും എന്നോർത്ത് എനിക്ക് ഭയമാണ്. ഒരു ദിവസം രമണൻ ഒറ്റയ്ക്ക് ആടുമേയ്ക്കാനായി കാട്ടിലേക്ക് പോവുകയായിരുന്നു. ചന്ദ്രികയുടെ വീടിനടുത്തെത്തിയപ്പോൾ അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അവനെയും കാത്ത്. അവർ പരസ്പരം കണ്ടതും ഹൃദയവും കണ്ണുകളും പ്രണയത്താൽ തുളുമ്പി. അങ്ങനെ അവൾ അവനോട് ചോദിച്ചു, ഇന്നെന്താ ഒറ്റയ്ക്ക്? കൂട്ടുകാരൻ എവിടെ? രമണൻ പറഞ്ഞു, അവൻ ഇന്ന് മറ്റൊരു ജോലിയുള്ളതിനാൽ വന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, കാനന ചായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ? ആ കാട്ടിലെ പൂക്കളും മരങ്ങളും ഒക്കെ വളരെ ഭംഗിയുള്ളവയാകും കാണാൻ. തന്നെയല്ല, അവിടുത്തെ കിളികളുടെ നാദം കേൾക്കാനും നല്ല രസമായിരിക്കും. കാട്ടരുവിയുടെ ഭംഗി, അതൊക്കെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞാനും വരട്ടെ. ഇന്ന് നമ്മൾ പ്രണയത്തിലായിട്ട് ഒരാണ്ട് തികയുകയാണ്. രമണൻ പറഞ്ഞു, ആ കാട്ടിൽ നിന്റെ ഈ പൂന്തോട്ടത്തിൽ വരാറുള്ള കിളികളും ഇവിടുത്തെ പൂക്കളും ഒക്കെ തന്നെയേ ഉള്ളൂ. എന്നെപ്പോലെയുള്ള നിസ്സാരന്മാരായ ആട്ടിടയന്മാർക്ക് മാത്രമേ ആ പാറക്കെട്ടുകൾ നിറഞ്ഞ കാട്ടിലൂടെ സഞ്ചരിക്കാനാവൂ. ഈ സുഖസൗകര്യങ്ങളുടെ നടുവിൽ കഴിയുന്ന നിനക്കൊരിക്കലും ആ വനത്തിലെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടക്കാനാവില്ല. തന്നെയല്ല, ഞാൻ അതിന് നിന്നെ സമ്മതിക്കുകയുമില്ല. ഇന്ന് ഞാൻ ഏകനായിട്ട് നിന്നെയും സ്വപ്നം കണ്ട് ആ കാട്ടിലെ മരത്തണലിൽ കിടക്കും.